ഇന്നൊരു അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുറച്ച് തേങ്ങ തിരുവി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. കുറച്ച് മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള എരി അനുസരിച്ചിടാം. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ പച്ച ഉലുവ ഞാൻ തേങ്ങയിലോട്ട് അരയ്ക്കും. അപ്പോൾ അത് കുറച്ച് ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി, ഒരു ചെറിയ ഉള്ളി, കറിവേപ്പില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കറിവേപ്പില എല്ലാ കറിയിലും ഇടാറുണ്ട്. എന്നിട്ട് നമ്മളത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ മിക്സിയുടെ ജാറിലേക്കൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് എനിക്ക് കുറച്ച് പച്ച തക്കാളി കിട്ടിയായിരുന്നു. അത് ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ നട്ട് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം. പച്ചമുളകും പച്ച തക്കാളിയും കറിവേപ്പിലയും കൂടി ഇടാമെന്ന് കരുതി. നമ്മളിപ്പോൾ അരച്ച് വെച്ച അതുണ്ടല്ലോ ആ അരപ്പ്, അത് നമ്മുടെ ആ മീനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന് ഇടാം. പിന്നെ മുളക് അരിഞ്ഞു വെച്ച തക്കാളി എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കുറച്ച് ഉപ്പും ഇട്ട്, ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം കേട്ടോ. എനിക്ക് കുറച്ച് വെള്ളം കൂടുതലുള്ള കറിയാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ നമുക്ക് ചോറിലോട്ട് ഒഴിച്ച് കഴിക്കാമല്ലോ. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിക്കോണം ഇടയ്ക്ക് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത്. ഞാനിത് നോക്കും ഇടയ്ക്ക് ഉപ്പ് കൂടുതലാണോ. കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇടാം. അപ്പോൾ അതൊന്ന് കലക്കിയിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളച്ച് നമ്മുടെ അയിലക്കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിലൊന്ന് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കഴിക്കാം.